ഹായ് ഹലോ എല്ലാവർക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ. തിണ്ടുക്കൽ ബിരിയാണി അത് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. സ്റ്റവ് നമുക്ക് കത്തിക്കാം. 200 ml ഓയിൽ, ഒരു 100 ml നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒരു 300 ഗ്രാമിന്റെ ഉള്ളി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നു. വരയ്ക്ക് നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നമുക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പിന്നെ ഈ സ്റ്റാർ, എത്രയും സാധനമാണ് നമുക്കിതിൽ വേണ്ടത്. ഇത്രയും ഞാൻ മസാല രൂപത്തിലാക്കി ആട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് മല്ലിയില, പുതിനയില, ഒരു 100 ഗ്രാമിന്റെ അകത്ത് ഇഞ്ചി, വെളുത്തുള്ളി കൂടുതൽ എടുക്കണം. ഇഞ്ചിയുടെ ഒരു പടി മേലെ നിൽക്കണം വെളുത്തുള്ളി. പിന്നെ ഒരു കുട വെളുത്തുള്ളി എടുത്തിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി, പിന്നെ 1 കിലോ ജീരകശാല അരി വന്നിട്ട് ഇത് 1 കിലോയ്ക്ക് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിരിക്കുന്നു. നോക്കാം, കണ്ടോ? ഇനി നമ്മൾ ഇതില് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ഇനി ഇടാൻ പോണത്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാവേ. അത്യാവശ്യം അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, അതിന്റെ ആ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം ഇതിന്റെ ഇത് എടുക്കാൻ വേണ്ടി. പുതിനയില ഇപ്പൊ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മൊരിഞ്ഞു വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കെന്നാ കുറച്ച് കല്ലുപ്പ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും. പുതിനയിലയിൽ ഇട്ടതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആ മസാലക്കൂട്ട് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഈ കളറാണ് ഇത് വരുന്നത്. ഇപ്പം 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലിട്ട് കൊടുക്കുക. ഇപ്പൊ ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് ഇത് അടി പിടിക്കാതെ ഒന്ന് കിണ്ടണം. അപ്പം നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതില് 250 ml 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പൊ ഇതില് 250 ml 8 കപ്പ് വെള്ളം ഒഴിക്കണം. നേരത്തെ ഇതിൽ അളന്ന് വെച്ചിരിക്കുകയാണ്, അതിപ്പോ ഞാൻ ഇതിൽ ഒഴിക്കുന്നത്. എല്ലാം നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരി ഇടാം. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം നമ്മള് അരി ഇടുമ്പോൾ, അപ്പൊ തന്നെ ആ ചോറിലും കൂടെയുള്ള ഉപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ജീരകശാല അരിയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ അരി തട്ടാൻ പറ്റും. ഇതൊന്ന് തിളച്ച് ഇതായിട്ട് വരട്ടെ. നമുക്ക് അടുത്തത് എന്താണ് കാണിച്ചു. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3/4 വേവ് വേണം. 3/4 വേവ് വന്നിട്ട് നമുക്കിത് ദമ്മിടാം. കണ്ടില്ലേ, കളർ കണ്ടില്ലേ, ഡിഫറെന്റ് കളറാ. ഇതുണ്ട്, അതിന്റെ വെള്ളമൊക്കെ എല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മളിനി ഇതൊരു 20 മിനിറ്റ്സ് ഇതിന് ദമ്മിട്ട് വെക്കാണ്. സിമ്മില്, ഏറ്റവും ചെറിയൊരു തീയിലാണ് ഇത് വെക്കാൻ പോകുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാമേ. സൂപ്പറായിട്ട്
2-3 പീസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. அப்போ மக்கள் இது வந்துட்டு அதில் இட்ட இன்க்ரீடியன்ஸ் இருக்குல்ல, அந்த ஏலக்காய், கிராம்பு, பட்டை, இதனோட டேஸ்ட்டൊക്കെ நல்லா இறங்கி இருக்குதுல, நல்லா டேஸ்டாக இருக்குது. எனக்கு நல்லா பிடிச்சிருக்கு. நீங்கள் ட்ரை பண்ணிட்டு எனக்கு சொல்லுங்க. ஓகே, பாய்.